ജന്മാദ്യസ്യേതോന്നയാതിതരതച്ചാർത്തേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മകൃതായ ആദികവേ മുഹ്യന്തേ സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര തിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്നലെ വരേക്കും രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പറഞ്ഞത്. ഭഗവാന്റെ കർമ്മങ്ങൾ എന്തൊക്കെയെന്നുള്ളത്. തസ്യ കർമാണ്യുദാരാണി പരിഗീതാനി സൂരിഭി ബ്രൂഹിനശ്രദ്ധദാനാനാം ലീലയാ ദദത കലാഹ. മുമ്പത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ 17ാമത്തെ ശ്ലോകത്തിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില ഉത്തരങ്ങൾ ഇങ്ങനെ നീളും, ഉള്ളതൊക്കെയാണല്ലോ നമ്മൾ പറയണത്. അപ്പോൾ പറഞ്ഞു, സാത്വികവും രാജസവും താമസവുമായ കർമ്മങ്ങൾ ഭഗവാനുണ്ട്. സാത്വികം എന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ്, സ്ഥിതി നിലനിർത്തുക. രജസ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക, ബ്രഹ്മാവ്. തമസ് എന്ന് പറഞ്ഞാൽ സംഭരിക്കുക, ശങ്കരൻ. അതിൽ സാത്വികമാണ് ഏറ്റവും ഉത്തമം. ശ്രേയാംസി തത്രകൾ സത്വതനോർ നൃണാംസു. ശ്രേയസ് ആഗ്രഹിക്കുന്ന ഉത്തമന്മാർ സാത്വികമായിട്ട് ഭജിക്കുന്നു എന്ന് പറഞ്ഞു. രജസസ്തു തമത്തത്മാ തത്വ ബ്രഹ്മദർശനം. സത്വം കൊണ്ടേ യഥാർത്ഥത്തിൽ ബ്രഹ്മദർശനം ഉണ്ടാവൂ. അതുകൊണ്ട് സത്വം വിശുദ്ധൻ ക്ഷേമായ കൽപ്പന്തേ എഴുതാനിക. മുമുക്ഷുക്കൾ മുനിമാർ സത്വഗുണത്തെ ആശ്രയിച്ച് സത്വഗുണപ്രധാനമായിരിക്കുന്ന ഭജനം നടത്തുന്നു. വിഷ്ണുഭജനം നടത്തുന്നു എന്ന് ഇവിടെ എടുക്കാം. ഇപ്പോൾ വിഷ്ണു അല്ലാത്ത ഭജനമൊക്കെ തെറ്റാണെന്ന് വരുമോ എന്ന് ചോദിച്ചാൽ വരില്ല. അത് വേറൊരു വിഷയമായതുകൊണ്ടാണ് അതിനെപ്പറ്റി കൂടുതൽ പറയാത്തത്. വലിയൊരു വിഷയമായിട്ട് മാറും. ഇപ്പോൾ ശിവനെ ചുരുക്കം പറയാം, ശിവനെ ഭജിക്കുകയാണെങ്കിലും സാത്വികമായിട്ട് ഭജിക്കാം. ദേവിയെ ഭജിക്കുകയാണെങ്കിലും സാത്വികമായിട്ട് ഭജിക്കാം. ഇത് തന്നെ രാജസവും താമസവും ആക്കാം, രണ്ടും ആക്കാം. ദേവതകളല്ല വിഷയം. നോ, അവിടെയാണ്. ഇവിടെ ഇപ്പോൾ വിഷ്ണു പറയുന്നു, അല്ലാത്ത ഒരർത്ഥവും ഉണ്ട്. ശിവൻ നിർഗുണനാണ്. എങ്ങനെ നോക്കുമ്പോൾ ദക്ഷിണാമൂർത്തി നോക്കുമ്പോൾ ഒരു തമോ ഗുണവും ഇല്ല, ഒരു രൗദ്രവും ഇല്ല. ദേവി സരസ്വതി സാത്വികല്ലേ. കാളി ഒക്കെ ആകുമ്പോഴല്ലേ കുറച്ച് രൗദ്രമാവുന്നുള്ളൂ. അപ്പോൾ ദേവതകളല്ല, അവരുടെ രൂപമാണ് പ്രശ്നം, അവരുടെ ഭാവമാണ് പ്രശ്നം. വിഷ്ണു അത്ര ശാന്തനൊന്നുമല്ല. നരസിംഹ സ്വരൂപമായിട്ട് അവർ വെച്ചപ്പോൾ എവതേ ശാന്തത. ലോകം മുഴുവൻ ഭസ്മാക്കണ രൗദ്രനാടിത ചേഷ്ടിത ആയിട്ടുള്ള വിഭോ എന്നാണ് വിളിച്ചത്. രൗദ്രനാടിത ചേഷ്ടിത വിഭോ. ഇവർക്കൊക്കെ ഒപ്പം എല്ലാ രൂപങ്ങളും ഉണ്ട്. പക്ഷേ സാത്വിക ഭാവത്തിൽ ഭജിക്കുന്നവർ ആത്മതത്വത്തെ അറിയുന്നു. അപ്പം നിങ്ങൾക്ക് ദേവിയെ ഭജിക്കാം, തെറ്റൊന്നുമില്ല. പക്ഷേ ഘോരമായ ഭാവത്തിലുള്ളത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അത്രയേ ഉള്ളൂ. പാടില്ല എന്ന് നിഷേധിച്ചിട്ടില്ല. ഭദ്രകാളി, വീരഭദ്രൻ, ഒരുപാട് ദേവതകൾ നമുക്കുണ്ട്. അപ്പോൾ അതിൽ കഴിവുള്ളതും സാത്വികത്തിലേക്ക് വരിക. ദുർഗയും ഭദ്രകാളി ഇവരൊക്കെ കുറേ സാത്വികമായിട്ട് നമ്മൾ കണ്ടാൽ അവരൊക്കെ സാത്വികം തന്നെയാണ്. നമ്മുടെ ദൃഷ്ടിക്കാണ് കുഴപ്പമേ. ദേവതകൾക്ക് അങ്ങനെ ഇല്ല കേട്ടോ. ദേവതകൾ നിർഗുണമാണ്. എല്ലാ ദേവതകളും നിർഗുണമാണ് എന്നാണ് ശരിക്കുള്ള വിവക്ഷ. ഒരു ദേവി സാത്വികോ രാജസവും ദേവനോ ഇല്ല, നിർഗുണമാണ്. നമ്മളെങ്ങനെ കാണുന്നുവോ ആ അനുഭവം നമുക്കുണ്ടാകും. അപ്പോൾ സാത്വികമായിട്ട് കാണുക. ശിവനെ ഭജിച്ചോളൂ. ശിവായ ചെല്ലുക, ശിവൻ്റെ അഷ്ടോത്തരം ചെല്ലുക, ശിവസഹസ്രനാമം ചെല്ലുക, ശിവക്ഷേത്ര ദർശനം നടത്തുക, ആയിക്കോട്ടെ. സദാ സാത്വികമായിട്ട് ശിവനെ ഭജിക്കാമല്ലോ. ശിവനെ എവിടെയാണ് രൗദ്രമൂർത്തി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഭാവം കൊണ്ട് നമ്മളങ്ങനെ കാണുന്നു എന്നേ ഉള്ളൂ. ശരിക്കുള്ള ശിവൻ അങ്ങനെയല്ല. അപ്പോൾ മുമുക്ഷവോ ഘോരരൂപാൻ ഗിത്താഭൂതപതീനത, ഇതവിടെ പറഞ്ഞു. മുമുക്ഷുക്കൾ ഘോരമായിരിക്കുന്ന ദേവതകളെ ഉപേക്ഷിച്ച്, അത്തരം ദേവതകളെ ഉപേക്ഷിച്ച് ശാന്ത നാരായണകല ഭജന്തി, ശാന്തമായിട്ടുള്ള വിഷ്ണുകലകളെ ഭജിക്കുന്നു. മറ്റ് കലകളെ ശാന്തമായിട്ടാവാം,
നാരായണൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്നർത്ഥമേ ഉള്ളൂ, വിഷ്ണു എന്ന് വിവക്ഷയില്ല. ഇവിടെ വിഷ്ണുവാണ് ഭാഗവതത്തിൽ നമ്മൾ എടുക്കേണ്ടത്. നാരായണ കലാശാന്ത ഭജന്തി ഹനസൂയവ, സ്വാർത്ഥമോ മറ്റോ ഉള്ളതൊക്കെ ഉപേക്ഷിച്ചിട്ട്. രജസ്തമ പ്രകൃതയ സമശീല ഭജന്തി വൈ, രജസ്തമ പ്രകൃതികൾ എങ്ങനെ ചെയ്യുക? അങ്ങനെ ഭജിക്കുള്ളൂ, അവർക്ക് അത്രേ കാണാൻ പറ്റൂ. രജോ ഗുണവും തമോ ഗുണമുള്ള പിതൃക്കളെയും ഭൂതങ്ങളെയും പ്രേത പിശാചാദികളെയൊക്കെ ഭജിക്കും. അത് വേണ്ട എന്നിവിടെ ചെറുതായിട്ടൊന്ന് ഉപദേശിച്ചിരിക്കുകയാണ് നമ്മളെ. ഇനി അടുത്തത് വാസുദേവപരാവേദ വാസുദേവപരാമഖ വാസുദേവപരായോഗ വാസുദേവപരാക്രിയ വാസുദേവപരം ജ്ഞാനം വാസുദേവപരം തപ വാസുദേവപരോ ധർമ്മോ വാസുദേവപരാഗതി. വളരെ എളുപ്പമായിട്ടുള്ള ശ്ലോകമാണ്. വേദങ്ങൾ, മഖ യാഗങ്ങൾ, യോഗ അനുഷ്ഠാനങ്ങൾ, ക്രിയ, ദത്ത, അതിൻ്റെ അർത്ഥമേ അറിയണ്ടൂ, അതിൻ്റെ അർത്ഥം അറിയാനുമില്ല. അപ്പോൾ അതൊക്കെയാണ് വാസുദേവൻ. എല്ലാ പ്രപഞ്ചത്തിലുള്ളതും വാസുദേവമയം എന്നൊറ്റ വാക്കിൽ അർത്ഥം പറയാം. ഇവിടെ വേദ, വാസുദേവപരാ വേദ, 4 വേദങ്ങളും വാസുദേവനെ ഉദ്ദേശിച്ചാണ്. മഖ യാഗം, എല്ലാ യോഗങ്ങളും വാസുദേവനെ കുറിച്ചുള്ളതാണ്. യോഗാനുഷ്ഠാനം എവിടെ എത്താൻ? യോഗം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ശരിക്ക് ഈശ്വരനിൽ എത്താനുള്ള ഒരു നിഷ്ഠ, അതിനുള്ള ചര്യ, അതാണ് യോഗ. ശരിക്കുള്ള യോഗ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈശ്വരനിൽ എത്തുക എന്നതാണ് ആത്മീയ അർത്ഥത്തിൽ. അല്ലാത്തവർ പലതും പറയും ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്, മതപരമായിട്ടല്ല യോഗ എന്നൊക്കെ, അത് അവരുടെ വേർഷൻ, അത്രയേ ഉള്ളൂ. നമ്മളർത്ഥത്തിൽ യോഗ എന്ന് പറഞ്ഞാൽ ഈശ്വരനിൽ എത്താൻ ചെയ്യുന്ന ശ്രമം തന്നെയാണ്. നിഷ്ഠ, പദ്ധതി, ചര്യ, അതൊക്കെയാണ് യോഗ. അതും വാസുദേവനെ ഉദ്ദേശിച്ചാണ്. അതുകൊണ്ട് സാത്വിക ഭജനമാണ് വേണ്ടത്, ഉറപ്പിച്ചിരിക്കുക. വാസുദേവപരാക്രിയ, എല്ലാ കർമ്മങ്ങളും ക്രിയകളും നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? വാസുദേവനിലെത്താൻ, വാസുദേവ പ്രീതിക്കായിക്കൊണ്ട്. വാസുദേവപരം ജ്ഞാനം, അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാസുദേവനെക്കുറിച്ചുള്ള സംഗതിക്ക് അറിവിലാണ് യഥാർത്ഥ അറിവ്. കുറേ ശാസ്ത്രം പഠിച്ചു, പ്രപഞ്ചത്തിലേക്ക് വേണ്ട കുറേ കാര്യങ്ങൾ, ഇവരെയൊന്നും ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൂടാ. അവരൊക്കെ അതാത് രീതിയിൽ PhD എടുത്തവരാവാം, പഠിച്ചവരാവാം, കെമിസ്ട്രി പഠിച്ചവരാവാം, ബോട്ടണി പഠിച്ച, അവരൊന്നും ജ്ഞാനികളല്ല. ജ്ഞാനം എന്ന വാക്ക് അനുഭവമാണെന്ന് പല പ്രാവശ്യം പറഞ്ഞു. അതൊരു അനുഭവാവസ്ഥയാണ്. അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല, മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം അയാൾക്കില്ല. അതെന്തിനുള്ളത്? അനുഭവിക്കാനുള്ളതാണ് ജ്ഞാനം. അപ്പം ആ ജ്ഞാനം വാസുദേവനെക്കുറിച്ചുള്ളതായിരിക്കും യഥാർത്ഥ ജ്ഞാനം. വാസുദേവപരം തപ, എന്തിനു വേണ്ടിയിട്ടാണ് തപസ്സിന്? തപസ്സിന് കഠിനശ്രമം കിട്ടാൻ വേണ്ടിയുള്ള കഠിനശ്രമത്തിനാണ് തപസ്. എല്ലാ തപസ്സും ആരെയും ഉദ്ദേശിച്ചാണ് ചെയ്യേണ്ടത്? വാസുദേവനെ ഉദ്ദേശിച്ചിട്ട്. സാത്വികമായിട്ടുള്ള ഈശ്വരനെ ഉദ്ദേശിച്ച് വാസുദേവപരോ ധർമ്മോ. എന്താ ധർമ്മം എന്ന് പറഞ്ഞാൽ? വാസുദേവനെ സന്തോഷിപ്പിക്കുന്നത് എന്തോ അത് ധർമ്മം. അപ്പോൾ ഏറ്റവും വലിയ ധർമ്മം ഈശ്വരകഥ കേൾക്കലും പറയലുമാണ് എന്നാണ് ഭാഗവത സിദ്ധാന്ത പ്രകാരം. അതിലപ്പുറം ഒരു പരധർമ്മമില്ല. അതുകൊണ്ട് മറ്റൊക്കെ നേരെ ആയിക്കോളും. വാസുദേവപരോ ധർമ്മോ, ധർമ്മം എന്ന് പറഞ്ഞാൽ വാസുദേവനെ പ്രീതിപ്പെടുത്താൻ, വാസുദേവനെ പ്രീതിപ്പെടുത്താൻ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തോ അത് ധർമ്മം. വാസുദേവൻ്റെ അപ്രീതി നേടുന്നതെന്തോ അത് അധർമ്മം. ധർമ്മത്തിൻ്റെ അടിസ്ഥാനം വാസുദേവനാണ്. വാസുദേവപരാഗതി, അവസാനം ഏതിൽ പോയിട്ട് ചേരുന്നു അതാണ് ഗതി, മോക്ഷം. വാസുദേവനിൽ ചേരൽ തന്നെയാണ് മോക്ഷം. അപ്പോഴേ മോക്ഷം ആവുന്നുള്ളൂ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വാസുദേവപരമാണ്, ഈശ്വരമയമാണ്. വിഷ്ണുവിൽ ചേരുന്നത് എന്തോ അത് മോക്ഷം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. വേദ, മഖ, യോഗ, ക്രിയ, ജ്ഞാനം, തപസ്, ധർമ്മോ, ഗതി. അവസാനിക്കുന്നത് ഗതിയിലാണ്. ഇനി അടുത്തത് സ ഏവേദം സസർജാഗ്രേ ഭഗവാൻ ആത്മമായയാ സദസദ്രൂപയാ ചാസോ ഗുണമയ്യാ ഗുണോ വിഭൂ. ഗുണോ വിഭൂ, അവിടെ ആ ഗുണോ വിഭൂ എന്നാണ് വായിക്കേണ്ടത്. മാർക്കുണ്ട്, സ്റ്റേഷൻ മാർക്ക്. അങ്ങനെ ഇട്ടോടത്തൊക്കെ ആ ചേർക്കണം. ഈ എസ് തിരിച്ചിട്ടതിലൊക്കെ ആ ഗുണോ വിഭു അല്ല, അഗുണോ വിഭു. അങ്ങനെ ഒരിടത്തൊക്കെ ആ ചേർക്കണം. വിപരീതമാണ്, അത് തെറ്റരുത് വെച്ചിട്ടാണ് അടയാളം ഇട്ടിരിക്കുന്നത്. ഗുണോ വിഭു എന്ന് വായിക്കരുത്, ഗുണമയ്യാ ഗുണോ വിഭു ചേർത്ത് വായിക്കാം. അപ്പോൾ അന്ന് വേണമെന്നൊന്നുമില്ല. മയ്യ അഗുണോ എന്ന് വായിക്കൊന്നും വേണ്ട, മയ്യാ ഗുണോ എന്ന് വായിക്കാം. കൂട്ടിച്ചേർത്ത് പിരിക്കാതെ വായിക്കണം എന്നാണ് ശരിക്കും. പിരിക്കുകയാണെങ്കിൽ ആ ചേർത്ത് പറയണം. എന്തായാലും സദസത് രൂപയാ,
കാര്യകാരണം ആയിരിക്കുന്നതും ഗുണമയ്യ ഗുണരൂപവും ആയ തൻ്റെ മായ കൊണ്ട്, മായയുടെ വിശേഷണമാണ് ഭഗവാൻ ആത്മമായ. മായ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇല്ലാത്തത് എന്നാണ് അർത്ഥം. എന്നാൽ ഉണ്ട് എന്ന് തോന്നും ചെയ്യും. ഇല്ലെങ്കിൽ എങ്ങനെ മായ എന്നൊരു പേരവിടെ വന്നത്? തോന്നുന്നുണ്ട് തീർച്ചയല്ലേ, അല്ലെങ്കിൽ മായ എന്ന് വരില്ലല്ലോ. അതെന്താണ്? തോന്നൽ. സിനിമ എന്നൊന്നും ഇല്ല എന്ന് പറയാൻ വയ്ക്കുമോ? പക്ഷെ അതൊക്കെ ഇല്ലാത്തതല്ലേ. അതിലെന്ന് പറഞ്ഞാൽ അതിലുണ്ടാവണ കാര്യങ്ങളൊക്കെ ഇല്ലാത്തതാണ്. അതിൻ്റെ ഫിസിക്കൽ എക്സിസ്റ്റൻസ്, മെഷീൻ ഭാഗങ്ങൾ, അത് മാത്രമേ ഉള്ളൂ. ഫിലിമുണ്ട്, യന്ത്രമുണ്ട്, സ്ക്രീനുണ്ട്, അല്ലാണ്ട് അതിലുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തതാണ്. ഉണ്ട് എന്ന് തോന്നിക്കുന്നതാണ്, തോന്നിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് മായ. ഭഗവാൻ ആത്മമായ. അതിൻ്റെ വിശേഷണമാണ് സസർജാഗ്രേ സദസത് രൂപയ എന്ന് പറഞ്ഞത്. സദസത് രൂപയ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്തായിട്ടും അസത്തായിട്ടുമുള്ള മായ. അതൊരു വിപരീത പ്രസ്താവനയല്ലേ? സത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളത്, അസത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്. അപ്പം മായ എങ്ങനെയാണ് ഉള്ളതായിട്ട് ഇല്ലാത്തതുമായിട്ടാവണത്? ലോകത്തെ സൃഷ്ടിച്ച് ലോകത്തെ നടത്തുന്നു എന്നതിനാൽ നമുക്ക് ആ ഒരു പ്രതീതി ഉള്ളത് കൊണ്ട് ഉണ്ട് എന്ന് പറയാം. ഇല്ല, ഞാനും ഇല്ല, നിങ്ങളും ഇല്ല, ഈ കാണുന്നതൊന്നുമില്ല, വെറുതെ വിശ്വാസമാകും ആർക്കെങ്കിലും. ഉണ്ട്. പക്ഷേ ഏതുവരെ? ഒരു പ്രത്യേക സമയം വരെ മാത്രമേ ഉള്ളൂ, പിന്നെ ഇല്ല. അപ്പം ആ സത്തല്ലേ. എന്താണ് സത്ത് എന്ന് പറഞ്ഞാൽ? എപ്പോഴും ഉള്ളതാണ് സത്ത് എന്ന് പറയുക. അതിൻ്റെ നിർവചനം അങ്ങനെയാണ്. സദാ ത്രായതേ ഇത് സത്യ. ഇപ്പം സത്ത് എന്ന് പറഞ്ഞാൽ സദാ ഉള്ളതാവണം. അതല്ല മായ, ഉറപ്പാണ്. പണ്ട് ഇപ്പം നമ്മളിങ്ങനെ കാണുന്നുണ്ട്. കുറച്ച് കാലം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒരു 70 കൊല്ലം മുമ്പ് നമ്മളിവിടെ ഉണ്ടോ? ഇനി ഒരു 60 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ? അപ്പോൾ കുറേ കഴിയുമ്പോൾ ഇല്ല എന്ന അർത്ഥത്തിലാണ് അസത്ത്. അത് നമ്മൾ അസത്താണ്, ഇല്ലാത്തതാണ്. സത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതാണ്. സതസത് രൂപയ. സത്തായിട്ടും അസത്തായിട്ടും കാണുന്ന ഈ പ്രപഞ്ചം അങ്ങനെയാണെന്ന് ആദ്യം തന്നെ പറഞ്ഞു. ജീവനില്ലാത്ത ജഡമാണ്. അതിൽ ഈ ചൈതന്യം ഉണ്ട്. അപ്പോഴാണ് ഇളകുന്നത്. ശരീരം വെറുതെ ശരീരം എടുത്താൽ ഇളകാത്തതാണ്, ജഡമാണ്. ആത്മാവില്ലാതെ ജീവനില്ലാത്ത ശരീരം എടുത്താൽ ജഡമാണ്. ജീവൻ ചേർക്കുമ്പോഴോ ഇളകാൻ തുടങ്ങി. ഇത് രണ്ടും ചേരുമ്പോഴാണ് പറയുന്നത് സദസത് രൂപയ. സത്തായിട്ടും അസത്തായിട്ടും കാണുന്ന ഈ ഗുണരൂപയായ ഗുണമയ്യ ഈ മായയെ ഭഗവാൻ അസൗസ ഏവ ഭഗവാൻ, ഈ ഭഗവാൻ ഈ ലോകത്തെ ആദിയിൽ സൃഷ്ടിച്ചു. ഭഗവാന്റെ ഒരു കർമ്മം തന്നെയാണ് അതും. സൃഷ്ടിത്തിരി സംഹാരമാണ് കർമ്മം. അപ്പോൾ ആദ്യമായിട്ട് ഭഗവാൻ ഈ ലോകത്തെ സൃഷ്ടിച്ചു. അതാണ് ഭഗവാന്റെ കർമ്മം വിവരിക്കുകയാണ്, പറഞ്ഞു പോവുകയാണ്. സൃഷ്ടി എന്ന കർമ്മത്തിനെ ഇവിടെ പറയുകയാണ്. സദസത് രൂപയാ ചാസോ ഗുണമയ്യ അഗുണോ വിഭു. ഭഗവാൻ അഗുണനാണ്, ത്രിഗുണനല്ല. സഗുണനുമല്ല, ത്രിഗുണനുമല്ല, അഗുണനാണ്. ഭഗവാൻ ശരിക്കും സാത്വികമല്ല, രാജസമല്ല, താമസമല്ല. അതാണ് ഇവിടെ അഗുണോ വിഭു മീൻസ് അഗുണനായ വിഭു. ഗുണങ്ങൾ തീണ്ടാത്ത ഭഗവാൻ. ഭഗവാൻ സാത്വികനുമല്ല, രാജസനുമല്ല, താമസനുമല്ല, നിർഗുണനാണ്. നമ്മുടെ ദൃഷ്ടിയിലാണ് സാത്വികൻ, രാജസൻ, താമസൻ നമ്മൾ കാണുന്നത്. ഭഗവാൻ നിർഗുണനാണ്. അപ്പം അഗുണോ വിഭു എന്നാണ്. അഗുണനായ വിഭു എന്ത് ചെയ്തു? ലോകത്തെ സൃഷ്ടിച്ചു. ലോകത്തെ സൃഷ്ടിച്ചു. ആസൃജത്ത് സസർജാഗ്രേ. എങ്ങനെ സൃഷ്ടിച്ചു? ആത്മമായ. മായ കൊണ്ട് അഗുണനായിട്ടുള്ള ഭഗവാൻ ഈ ലോകത്തെ സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചു? മായ കൊണ്ട്. ഇല്ലാത്തതാണ്. ആ മായ കൊണ്ട് എങ്ങനെ? മായയുടെ ഗുണവിശേഷണങ്ങൾ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞത്? സദസത് രൂപയ മായയ. സത്തായിട്ടും അസത്തായിട്ടും കാണുന്ന മായ. ഗുണമയ്യ മായയ. അതും മായയുടെ വിശേഷണം. ഗുണം സ്വരൂപത്തോടു കൂടിയ മായ. മായ എന്ന് പറഞ്ഞാൽ എന്തായി? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഒക്കെ. ദേഷ്യം വന്നാൽ തമോ ഗുണമായി, സന്തോഷം വന്നാൽ രജോ ഗുണമായി, ദുഃഖം വന്നാൽ തമോ ഗുണമായി.
ഇതൊക്കെ ഉണ്ട് മായയ്ക്ക്. മായയായിട്ട് വരുമ്പോൾ എന്തായിട്ട് വന്നു? ഗുണമയ്യ. ഭഗവാനോ അഗുണോ. അഗുണനായിട്ടുള്ള ഭഗവാൻ സഗുണമായ മായയെ കൊണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അഗുണനായിട്ടുള്ള ഭഗവാൻ ഗുണമയമായിട്ടുള്ള മായ കൊണ്ട്, പിന്നെ ഒരു വിശേഷമുണ്ട് സദസത് രൂപയ, സത്തായിട്ടും അസത്തായിട്ടുമുള്ള മായ കൊണ്ട് ഭഗവാൻ ആത്മമായ ഈ ലോകത്തെ അഗ്രേ സസർജ, ആദ്യകാലത്ത് സൃഷ്ടിച്ചു. എന്തുകൊണ്ട് സൃഷ്ടിച്ചു? മായ കൊണ്ട് സൃഷ്ടിച്ചു. ഉത്തരം എങ്ങനത്തെ മായ? ഗുണമയ്യ സദസത് രൂപയ മായ. രണ്ട് വിശേഷണമാണ്, സത്തായിട്ടും അസത്തായിട്ടും. പണ്ട് എന്നാൽ കുറേ മുമ്പേ ഉണ്ടോ ഇല്ല, കുറേ കഴിഞ്ഞാണ്ടാവും ഇല്ല, ഇപ്പം മാത്രമുള്ള എന്നർത്ഥത്തിൽ അസത്ത് ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ സത്ത്. സത്വമാണ് അസത്വമാണ്. പിന്നെ ഗുണമയ്യാണ്, ഗുണമയി. ഗുണമയ്യും സത്തും അസത്തുമായതും രണ്ടുമാണ്. മായ കൊണ്ട് ഭഗവാൻ എന്ത് സൃഷ്ടിച്ചു? ഏതം സൃഷ്ട. ഇതം എന്ന് പറഞ്ഞാൽ ലോകം, ഈ കാണുന്നത് സൃഷ്ടിച്ചു. ഭഗവാൻ എന്ന് പറഞ്ഞാൽ എങ്ങനത്തെയാണ്? അഗുണോ വിഭു. അഗുണനായിട്ടുള്ള ഭഗവാൻ ഈ ലോകത്തെ അഗ്രേ ആദ്യകാലത്ത് സൃഷ്ടിച്ചു. സദസത് രൂപയ ഗുണമയ്യ മായ. മായയ്ക്ക് രണ്ട് വിശേഷണം. സദസത് രൂപിയാണ്, സത്വമാണ് അസത്വമാണ്. സദസദാത്മകം സരസദാത്മകം എന്ന് പല ദിക്കിൽ ഭാഗവത്തിൽ കാണാം. സത്വമാണ് അസത്വമാണ്. പണ്ട് എന്നാൽ എപ്പോഴും ഉണ്ടോ? എപ്പോഴും ഇല്ല. സദസത് രൂപയ ഗുണമയ്യ മായ. ആഗുണോ വിഭു ഏവേദം സസർജാഗ്രേ. അഗുണനായിരിക്കുന്ന ഭഗവാൻ ഗുണമയ്യായിട്ടുള്ള മായ കൊണ്ട്, ഇപ്പോൾ ഉള്ളതും എന്നാൽ എപ്പോഴും ഇല്ലാത്തതും ആയ മായ കൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിച്ചു. സ ഏവേദം സസർജാഗ്രേ ഭഗവാനാത്മമായ സദസത് രൂപയാ ചാസോ ഗുണമയ്യ അഗുണോ വിഭു. അഗുണോ വിഭുവാണ് കർത്താവ്, സബ്ജക്റ്റ്. അഗുണനായിട്ടുള്ള വിഭു എന്തിനെ സൃഷ്ടിച്ചു? ലോകത്തെ. എന്തുകൊണ്ട്? മായ കൊണ്ട്. മായ എന്ന് പറഞ്ഞാൽ എങ്ങനത്തെയാണ്? സദസത് രൂപിയും ആണ്, ഗുണമയും ആണ്. ഇനി അടുത്തത് തയാ വിലസിതേഷേഷു ഗുണേഷു ഗുണവാനിവ അന്തപ്രവിഷ്ടാഭാതി വിജ്ഞാനേന. ഇതൊക്കെ ഭഗവാന്റെ കർമ്മങ്ങളെക്കുറിച്ചുള്ള ഉത്തരാട്ടോ. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കർമ്മങ്ങൾ. അത് നീണ്ടുപോവുകയാണ്. എന്നിട്ടാണ് ഇനി അവതാരങ്ങളിലേക്ക് വരുള്ളൂ അടുത്ത ചോദ്യം. അതായിട്ടില്ല. അന്തപ്രവിഷ്ടാഭാതി വിജ്ഞാനേന വിജൃംഭിത. ഇത്രയെന്ന് സപ്താഹത്തിൽ പറയില്ല നമ്മൾ. സൃഷ്ടി സ്ഥിതി സംഹാരമാണ് കർമ്മം എന്ന് മാത്രമേ പറയുള്ളൂ. അത്രയും നമുക്ക് സമയം കിട്ടുള്ളൂ. അത്രേ സപ്താഹത്തിൽ അത്രേ ആവശ്യമുള്ളൂ. ആ ഒരൊറ്റ കാര്യമാണ് ഇപ്പോൾ ഇവിടെ അത്രയും നേരം പറഞ്ഞത്. ഭക്തിയെക്കുറിച്ച് കുറേ പറഞ്ഞു, സൃഷ്ടിയെ സ്ഥിതി സംഹാരത്തെക്കുറിച്ചും കുറേ പറയുകയാണ്. അന്തപ്രവിഷ്ടാഭാതി വിജ്ഞാനേന വിജൃംഭിത. തയാ, ആ മായ, നേരത്തെ പറയപ്പെട്ട മായാൽ പ്രോനൗൺ, ആ മായയാൽ വിലസിതേഷു ഉദ്ഭവിച്ചതായ ഈ ഗുണങ്ങളിൽ, നേരത്തെ പറഞ്ഞതായിട്ടുള്ള മായയാൽ ഗുണങ്ങൾ ഉദ്ഭവിച്ചു. എന്ത് ഗുണം? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഗുണം എന്ന് പറഞ്ഞാൽ ഒക്കെ ആത്മീയത്തിൽ ഈ മൂന്നെണ്ണമാണ്. സത്വരജ തമോ ഗുണങ്ങൾ. നമ്മൾ പറയുന്ന ഗുണം ദോഷം അതല്ല, അർത്ഥം വ്യത്യാസമുണ്ട്. ഗുണം ദോഷം, അയാൾ ഗുണവാനാണ് എന്ന് പറഞ്ഞാൽ ആ ഗുണമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ദോഷം അതല്ല. ഇവിടെ ഗുണം എന്ന് കേട്ടണൊക്കെ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇതിനെ ആയിരിക്കും ആത്മീയത്തിലധികം ഗുണം എന്ന വാക്കുകൊണ്ട് പ്രതിപാദിക്കുക. സാത്വിക, രാജസ, താമസ ഭാവങ്ങൾ. അന്തപ്രവിഷ്ട, ഉള്ളിൽ പ്രവേശിച്ചവനായിട്ട് മായാൽ ഉദ്ഭവിച്ച ഗുണങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. എന്നിട്ടോ ഗുണവാൻ ഇവ ആഭാതി, ഗുണവാനായിട്ട് ശോഭിക്കുന്നു. അത് പ്രതീതി മാത്രമാണ്. വസ്തുത പരമാർത്ഥത്തിലോ ജ്ഞാനം കൊണ്ട് വർദ്ധിച്ചവനാണ്. ഈശ്വരൻ്റെ പ്രത്യേകതയാണ് വർണ്ണിച്ചത്. അന്തപ്രവിഷ്ട ആഭാതി വിജ്ഞാനേന വിജൃംഭിത തയാ വിലസിദേശേഷു. മായയാൽ, തയാ മീൻസ് മായയാൽ, വിലസിദേശേഷു ഉദ്ഭവിച്ചതായ ഭഗവാൻ, അതായത് ഉദ്ഭവിച്ചതായ ഗുണേഷു, ഗുണങ്ങളിൽ ഗുണവാനെ പോലെ ഭഗവാൻ പ്രകാശിക്കുന്നു.
പോലെന്ന് വളരെ പ്രധാനമാണ് കേട്ടോ. ഗുണവാനാവണില്ല, ഗുണം ഭഗവാനെ ബാധിക്കണില്ല. പക്ഷെ അതുപോലെ ഒരു സാധാരണക്കാരൻ ചെയ്യണ കർമ്മം എല്ലാം ഭഗവാൻ ചെയ്യും. പക്ഷേ സാധാരണക്കാരൻ ചെയ്യുന്നതും ഭഗവാൻ ചെയ്യുന്നതും വ്യത്യാസം എന്താ? അതാണ് ഇവിടെ ഒന്ന് സൂചിപ്പിച്ചിരിക്കണമെന്നേ ഉള്ളൂ. അതായത് നമ്മൾ അത് ബാധിച്ചിട്ടാണ് നടക്കുന്നത്. മറ്റേ ആളോ ഈശ്വരൻ ബാധിച്ച പോലെ കാട്ടിക്കൂട്ടുക മാത്രമാണ് ചെയ്യണത്. വ്യത്യാസമുണ്ട്. അഭിനയിക്കുന്നതും ജീവിക്കുന്നതും വ്യത്യാസമില്ല. അതന്നെ ആ വ്യത്യാസം തന്നെ അവിടെ. നമ്മൾ ജീവിക്കുകയാണ്, ഭഗവാൻ അഭിനയിക്കുകയാണ്. ഒന്നും ഭഗവാന് ബാധകമല്ല. തയാ ബിലസിദേശേഷു, ആ മായ ഉത്ഭവിച്ചതായ യേഷു ഗുണേഷു, ഈ ഗുണങ്ങളിൽ ഭഗവാൻ ബാധിക്കപ്പെട്ടവൻ എന്ന പോലെ ഒരിക്കലും ബാധിച്ചിട്ടില്ല. അന്തഃപ്രവിഷ്ടാഭാതി വിജ്ഞാനേന വിജൃംഭിത, ബാധിച്ചവൻ എന്ന പോലെ കാട്ടിക്കൂട്ടുന്നു. അതും ആവശ്യമാണ്, അതുകൊണ്ടാണ് കാട്ടിക്കൂട്ടണം. വെറുതെ ഇല്ല, ആവശ്യമില്ലാണ്ട് ആരും ഒന്നും ചെയ്യില്ലല്ലോ. ലോകരക്ഷയ്ക്കും ലോക വ്യവഹാരത്തിന് വേണ്ടി തന്നെ ഗുണങ്ങൾ ബാധിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ തോന്നിപ്പിച്ചിട്ട് ചെയ്യുന്നു. എന്നാലോ നിജ്ഞാനേന വിജൃംഭിത, വളരെയേറെ ജ്ഞാനിയാണ് ഭഗവാൻ. ഈ മായ സത്യത്തിൽ ബാധിച്ചിട്ടില്ല. ബാധിച്ചവൻ എന്ന പോലെ പ്രവർത്തിക്കുന്നു. അത് ഭഗവാന്റെ കർമ്മങ്ങൾ തന്നെയാണ്. യഥാക്യവകിതോ വന്യർദാരുഷ്യേകസ്തയോനിഷു നാനേവ ഭാതി വിശ്വാത്മാ ഭൂതേഷു ച തഥാ പുമാൻ. ഏതുപോലെ ഉപമ വർണ്ണിക്കുകയാണ്. ഉൽപ്പത്തി സ്ഥാനങ്ങളായിരിക്കുന്ന അതിൽ നിന്നുണ്ടായതായ അഗ്നി, ഉദാഹരണം മരം, വിറക്, അതൊന്ന് കത്തി തീ ഉണ്ടാവണു. വിറകിൽ തീ കത്തിയ തീ ഉണ്ടാവും ഇല്ലേ? ഏകവന്നി. ശരിക്കും ഈ അഗ്നി ഒന്നേ ഉള്ളൂ വെച്ചാലും എവിടെയെല്ലാം കത്തുന്നുവോ അത്രയും ആകൃതി ഉണ്ടാവും. പന്തത്തിൽ കത്തുമ്പോൾ ആ വിധമാണ് കത്തുക, ഗ്യാസ് ലൈറ്റിൽ കത്തുമ്പോൾ ആ വിധമാണ് കത്തുക, ചൂട്ട് കത്തിച്ച് നോക്കുമ്പോഴോ അങ്ങനെയാണ് കത്തുക, നിലവിളക്കിൽ കത്തിക്കുമ്പോഴോ അങ്ങനെയാണ് കത്തുക, ഹോമാഗ്നിയിൽ കത്തുമ്പോൾ ആ വിധമാണ് കത്തുക. ഒരേപോലത്തെ അഗ്നിയാണോ? അല്ല, വളരെ വ്യത്യാസമുണ്ട്. നിലവിളക്ക് കത്തുന്നതും അഗ്നിയായിട്ട് കത്തുന്നതും ചപ്പ് ചവറ് കൂട്ടിയിട്ട് കത്തിക്കുന്നതും വ്യത്യാസമുണ്ട് കാഴ്ചയിൽ ഇല്ലേ? എന്നാൽ അഗ്നിയോ ഒരൊറ്റ അഗ്നി തന്നെയാണ്. അഗ്നി വേറെ ഉണ്ടോ? ഇല്ല. ഏതിലാണ് കത്തണത് അതിന് നമ്മൾ പേര് പറയും. ഹോമാഗ്നി, യാഗ അഗ്നി എന്നൊക്കെ നമ്മൾ പറയണു. പേരേ ഉള്ളൂ, അഗ്നി ഒന്ന് തന്നെയാണ്. ഏതിൽ വിളങ്ങുന്നുവോ ശോഭിക്കുന്നുവോ അതനുസരിച്ചിട്ട് പേര് കൊടുക്കുന്നത് പോലെ യഥാക്യവഹിതോ വന്യർ, അവഹിത വയ്ക്കപ്പെട്ടിരിക്കുന്ന, അവഹിത എന്ന് പറഞ്ഞാൽ അഗ്നിയെ സ്ഥാപിക്കുക എന്നാണ് പറയുക. ഹോമത്തിലും യാഗത്തിലൊക്കെ ഈ അഗ്നി കത്തിക്കുക എന്നല്ല പറയുക, സംഗതി തന്നെയാണ്. പക്ഷെ അഗ്നി സ്ഥാപിക്കുക എന്നാണ് അതിൻ്റെ സാങ്കേതിക വാക്ക്. വിവിധ തരത്തിലുള്ള അഗ്നി, ആപകത്തേറിയ ഒക്കെ പറഞ്ഞിട്ട് അഗ്നികളുണ്ട്. ബാർഹ അഗ്നി, ആ അഗ്നി അവിടെ യാഗ അഗ്നി സ്ഥാപിച്ചു. എന്താർത്ഥം? അഗ്നി കൊളുത്തി യജ്ഞം തുടങ്ങി എന്നാണ് പറയുക. അഗ്നിയെ സ്ഥാപിക്കുക എന്നാണ് പറയുക. കുറച്ചും കൂടി ഒരു സാങ്കേതിക പദമാണ്. അത് അവഹിത, വയ്ക്കപ്പെട്ട, അവിടെ വയ്ക്കപ്പെട്ടതായിട്ടുള്ള അഗ്നി. കൊളുത്തുക എന്ന് പറയണതറിയില്ല, അതൊരു സാധാരണ ഭാഷയാണ്. വിളക്ക് കൊളുത്തുക, ശിത കൊളുത്തുക ഒക്കെ പറയും. പക്ഷേ യാഗാഗ്നി കൊളുത്തുക എന്ന് പറയില്ല എന്നാണ്. സ്ഥാപിക്കുക എന്നാണ് അവഹിത. യഥാക്യവഹിതോ വന്നി, വന്നി അഗ്നി, ദാരുഷു ഏകസ്വയോനിഷു, അഗ്നി തന്നെ യോനി വിപ്പത്തി സ്ഥാനം. അത് കത്തുന്നതായിട്ടുള്ള മരത്തിൽ നമ്മൾ സ്ഥാപിക്കുമ്പോൾ പലതായിട്ട് ശോഭിക്കുന്നു. അവസാനമാണ് ബഹുരൂപ ആവാതി, നാനാ ഇവ ഭാതി, നാനേവ ഭാതി എന്നാണ് പറയണത്. പലതായിട്ട് കത്തും. ദീപമായിട്ടും വിളക്കായിട്ടും വേറൊന്നായിട്ടും ചൂട്ടായിട്ടും പന്തായിട്ടൊക്കെ കത്തുമ്പോൾ ആകൃതി ഒന്നല്ല. ഒരു മരത്തടി കത്തുക ആ ആകൃതി അല്ല വിളക്കിൽ കത്തണത്, ആണോ? അവയെല്ലാം വ്യത്യാസപ്പെട്ടിട്ട് കത്തുന്നു ഇല്ലേ? അതേപോലെ എന്നാണ് പറഞ്ഞത്. വിശ്വാത്മാവായിരിക്കുന്ന ഭഗവാൻ തദേവ ഭാതി വിശ്വാത്മാ ഭൂതേഷു ച തഥാ പുമാൻ, എല്ലാ ഭൂതങ്ങളിലും
പലതരത്തിൽ ശോഭിക്കുന്നു. ഏകനായിട്ടുള്ള ഭഗവാൻ ആനയിലാവുമ്പോൾ ചിഹ്നം വിളിക്കണു, ശ്വാവിലാവുമ്പോൾ ബഹുബഹുന്ന് കുരയ്ക്കണു, പൂച്ചയിലാവുമ്പോൾ പൂച്ച ഉണ്ടാക്കണ ശബ്ദം ഉണ്ടാവണു, പക്ഷികളിലാവുമ്പോഴോ പക്ഷികളുടെ ശബ്ദം ഉണ്ടാക്കണു. ഒക്കെ ഒരു ഭഗവാൻ തന്നെയാണ്. പക്ഷേ കിളിയിലാവുമ്പോൾ കിളിയുടെ രീതിയിലാണ് ശബ്ദം ഉണ്ടാക്കുക, അല്ലേ? പൂച്ചയിലാവുമ്പോൾ മിയോ എന്നാണ് ശബ്ദം ഉണ്ടാക്കുക. അപ്പോൾ അതാത് ജീവികളിൽ ഭൂതങ്ങളിൽ ബഹുരൂപം പോലെ ശോഭിക്കുന്നു. ഏത് പ്രകാരത്തിൽ അഗ്നി സ്ഥാപിക്കപ്പെട്ടാൽ പല ഉപാധികളിൽ പല വിധത്തിൽ കത്തുന്നുവോ, ഒരഗ്നിയാണ്, അതേപോലെ ഏകനായിരിക്കുന്ന ഭഗവാൻ നാനേവാപാതി, പലതുപോലേവ എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലതായിട്ട്, നാനാന്ന് പറഞ്ഞാൽ പലത്, പലത് പോലെ ശോഭിക്കുന്നു, ഭാതി ശോഭിക്കുന്നു. വിശ്വാത്മാ വിശേഷണമാണ്. ഭൂതേഷു ച തഥാ പുമാൻ, വിശ്വാത്മാവായിട്ടുള്ള ഭഗവാൻ അഗ്നി പലതരത്തിൽ ശോഭിക്കുന്നത് പോലെ പല ഭൂതങ്ങളിൽ പല ജീവജാലങ്ങളിൽ, ഭൂതം എന്ന് പറഞ്ഞാൽ ജീവജാലം എന്നാണ് സാങ്കേതിക അർത്ഥം വരിക. ജീവജാലങ്ങളിൽ പല പ്രകാരത്തിൽ ശോഭിക്കുന്നു. അസോ ഗുണമയ ഭാവേർഭൂത സൂക്ഷ്മേന്ദ്രിയാത്മിഭി, ആ ഭഗവാൻ ഗുണരൂപങ്ങളായ ഭാവങ്ങളാൽ, സാത്വിക രാജസ താമസ ഭാവങ്ങളാൽ ഭൂതങ്ങളായിട്ടുള്ള സൂക്ഷ്മങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ, ആത്മാവ് എന്നിവയാൽ നിർമ്മിക്കപ്പെട്ട് അതിൽ നിർദ്ദേശിച്ചവനായിട്ട് അതാത് രൂപങ്ങളുടെ വിഷയങ്ങളെ ഭുജിപ്പിക്കുന്നു. അത് കേൾക്കലാവാം, നാവ് കൊണ്ട് അനുഭവിക്കലാവാം, കാണലാവാം. അതാത് വിഷയങ്ങളെ കാണുന്നു, കേൾക്കുന്നു, ഇതൊക്കെ സംഭവിക്കുന്നു. എല്ലാം ശ്രീഹരിയായിട്ടുള്ള ഭഗവാനാണ് ഇപ്രകാരം ചെയ്യുന്നത്. ഗുണമയം ആയിട്ട് ഭാവങ്ങളെ കൊണ്ട്, ഭൂത സൂക്ഷ്മ ഇന്ദ്രിയങ്ങൾ കൊണ്ട്. അവിടെ ഭൂതം എന്നുള്ള വാക്കുന്ന സന്ദർഭത്തിനനുസരിച്ചുള്ള മാറ്റം. പഞ്ചഭൂതങ്ങൾ എന്നാണ് അർത്ഥം. പഞ്ചഭൂതങ്ങളെ കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ട്, മനസ്സ് മുതലായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ടും പല വിഷയങ്ങൾ ജീവജാലങ്ങളെ കൊണ്ട് അനുഭവിപ്പിക്കുന്നു ഏകനായിട്ടുള്ള ഭഗവാൻ. പഞ്ചഭൂതങ്ങളെ കൊണ്ട് ശരീരം ഉണ്ടാക്കാൻ പറ്റൂ, ഇന്ദ്രിയങ്ങളുണ്ടെങ്കിലേ പ്രവർത്തിക്കുള്ളൂ, ജീവൻ അതിലുണ്ടാവണം, ഇതൊക്കെ വേണച്ചാൽ. അപ്പോൾ പരമാത്മാവായിട്ടുള്ള ഭഗവാൻ ജീവരൂപേണ ശരീരത്തിൽ വസിച്ച് എല്ലാ ജീവജാലങ്ങളെയും വിഷയങ്ങളെ ഭുജിപ്പിക്കുന്നു. വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ കാണൽ, കേൾക്കൽ, നാവുകൊണ്ട് രസം അനുഭവിക്കുകയൊക്കെയാണ് വിഷയങ്ങൾ. അത് അനുഭവിപ്പിക്കുകയാണ് ഭഗവാൻ. സ്വതവേ നിർഗുണനാണെങ്കിലും ഗുണങ്ങളെ സ്വീകരിച്ച് അങ്ങനെ ചെയ്യുക. ഇതൊക്കെ സൃഷ്ടിയാണ്, ഭഗവാന്റെ കർമ്മങ്ങളാണ്. ഭാവയത്യേഷ തത്തേണ ലോകാൻ വൈലോകഭാവന ലീലാവതാരാരുരതോ ദേവതിര്യംഗരാജു. ഇനി അടുത്ത ചോദ്യത്തിലേക്കുള്ള കാൽവെപ്പ് ഇതവിടെ ചെയ്തു. ആ ഭഗവാൻ അങ്ങനെ ഇപ്പം പറഞ്ഞ പോലെയുള്ള വിഷയങ്ങളെ അനുഭവിപ്പിക്കുന്നത് എങ്ങനെയാണ്? അവതാരങ്ങളെടുത്തിട്ട്. അതിനുവേണ്ടി ഭഗവാൻ അവതാരങ്ങളെ എടുക്കേണ്ടതായിട്ടും വന്നു. നമ്മുടെ ഭാവയത്യേഷ, എല്ലാ ലോകങ്ങളെയും പാലിക്കുന്നു. ഭാവയതി പാലിക്കുന്നു. ലാസ്റ്റിലാണ് ശരിക്കും വരേണ്ടത്. ശ്ലോകത്തിൻ്റെ ആവശ്യത്തിന് ആദ്യം എടുത്തു എന്നേ ഉള്ളൂ. പറയുമ്പോൾ അവസാനം വരിക, ചെല്ലുമ്പോൾ ശ്ലോകത്തിൽ ആദ്യം വരുന്നു. എങ്ങനെയാ? അതിന് മുമ്പേ ഉണ്ടായ കാര്യങ്ങൾ നോക്കിയാലേ അർത്ഥം കിട്ടുള്ളൂ. ഏഷ ഭഗവാൻ ദേവതിര്യംഗരാദിഷു, ഇതൊക്കെയായിട്ട് ഭഗവാൻ അവതരിച്ചിട്ടുണ്ട്. ദേവനായിട്ട് അവതരിക്കുക, വാമന സ്വരൂപം, സാത്വിക രൂപം, അങ്ങനെയൊക്കെയുള്ള അവതാരങ്ങൾ. കപിലവാസുദേവൻ എന്നാണ് പറയുക. അതൊക്കെ കുറച്ച് ദേവാവതാരമാണ്. തിര്യക്കുകളായിട്ട് അവതരിച്ചിട്ടുണ്ട്. എന്താ തിര്യക്ക് പറഞ്ഞാൽ? ആമ, മത്സ്യം, വിലങ്ങനെ നടക്കണത് ചുരുക്കത്തിൽ പറയാച്ച. നമ്മളൊക്കെ കുത്തനെയാണ് നടക്കുന്നത്, മറ്റതൊക്കെ വിലങ്ങനെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ വൃക്ഷങ്ങളും മേപ്പെട്ട് തന്നെയാണ്, കുത്തനെയാണ്. പക്ഷേ നമ്മളിൽ നിന്ന് വിപരീതമായിട്ടാണ് ഭക്ഷണം മേപ്പെട്ട് വലിച്ചെടുക്കുന്നത്. നമ്മൾ ഭക്ഷണം കീഴ്പ്പെട്ട് നിറയ്ക്കുക ചെയ്യണം, അല്ലേ? ഇവിടുന്ന് കഴിച്ചാൽ കീഴ്പ്പെട്ടല്ലേ ഇറക്കണം. ആ വൃക്ഷങ്ങൾ നമ്മളും ഒരേപോലെ കുത്തനെയാണ്, എങ്കിലും വിപരീതമായിട്ടാണ് പറയുക. നമ്മൾ ഭക്ഷണം കീഴ്പ്പെട്ട് ഇറക്കണു, അവ മയപ്പെട്ട് വലിച്ചെടുക്കണു. അതുകൊണ്ട് തന്നെ ബുദ്ധിശക്തി, വിശേഷശക്തി തിരിച്ചാവും ഉണ്ടാവുക. കീഴ്പ്പെട്ടാണ് ഭക്ഷണം പോകണമെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ വിസർജിച്ചും പോകുന്നതിൽ അവർക്ക് ബുദ്ധി കൂടുതലാവും. മേപ്പെട്ട് വലിച്ചെടുക്കുന്നവയ്ക്ക് ബുദ്ധി കുറവായിരിക്കും. ഇതിൻ്റെ ഇടയിലാണ് തിര്യക്കുകൾ. അതാണിപ്പോൾ അത് പറയുന്നത്. തിര്യക്കുകൾ ആയിട്ടും ഭഗവാൻ അവതാരമുണ്ട്. മത്സ്യം, കൂർമ്മം, നരസിംഹം, പന്നി, ഇതൊക്കെ തിര്യക്കുകളാണ്, മൃഗജന്മങ്ങളാണ്. പിന്നെ മനുഷ്യനായിട്ട് അവതരിക്കും. കൃഷ്ണനും രാമനൊക്കെ മനുഷ്യാവതാരമല്ലേ.
അപ്പം ദേവതിര്യങ് നരാദിഷു ലീലാവതാരങ്ങളെ കൊണ്ട് ലോകത്തിൽ ഇങ്ങനെയുള്ള ലീലാവതാരങ്ങളെടുത്ത് ഭാവയതി ലോകത്തെ രക്ഷിക്കുന്നു, പാലിക്കുന്നു. സത്വേന ലോകാൻവൈ ലോകഭാവന, ലോകഭാവനനായിരിക്കുന്ന ഭഗവാൻ ലോകങ്ങളെ പാലിക്കുന്നു എന്നാണ്. സത്വഗുണം കൊണ്ട് ലോകാൻ വൈ ഭാവയതി, ലോകഭാവനനായിരിക്കുന്ന ഭഗവാൻ, ലോകഭാവനൻ കർത്താവാണ് അവിടെ, ലോകഭാവനൻ ലോകങ്ങളെ പാലിക്കുന്നു. എങ്ങനെ? പലതരത്തിലുള്ള അവതാരങ്ങൾ എടുത്തിട്ട്. ദേവതിര്യങ്ങരാദിഷു ലീലാവതാരാനെടുത്തോ, മത്സ്യം, കൂർമ്മം, വരാഹം, മനുഷ്യം മുതലായ വിവിധ അവതാരങ്ങളെ എടുത്ത് ഭാവയതി, ആദ്യത്തെയാണ് ക്രിയ, ഭാവയതി രക്ഷിക്കുന്നു. ആ അവതാരങ്ങളെയാണ് ഞാൻ അടുത്ത അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. അത് മൂന്നാമത്തെ ചോദ്യമാണ്. കർമ്മങ്ങളെ കഴിഞ്ഞു, ഇനി ഏതൊക്കെയാണ് ആ അവതാരങ്ങൾ എന്ന് പറയുകയാണ് ചെയ്യണത്. അടുത്ത ദിവസം ഇതിനെ പാരായണം ചെയ്യാം. പാരായണം ചെയ്യാൻ ഒരു സമയം പിടിക്കുക, അതുകൊണ്ടാണ്. 34 ശ്ലോകമുണ്ട്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യദ്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം. അപ്പോൾ ഓരോരോ അധ്യായം തുടങ്ങുമ്പോഴായിരിക്കും കഴിഞ്ഞ അധ്യായത്തിൻ്റെ പാരായണം എന്ന് ഓർത്താൽ മതി. മൂന്നാമത്തെ അധ്യായം തുടങ്ങും, രണ്ടാമത്തെ അധ്യായം പാരായണം ചെയ്തിട്ടാവും തുടങ്ങുക. അധ്യായം ഓർമ്മ വെച്ചാൽ മതി ആ ഭാഗം ഏതാണെന്നുള്ളു.